നമസ്കാരം. പ്രധാന വാർത്തകൾ. കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടിയ അപകടം. പഞ്ചായത്ത് അംഗത്തിന് പരിക്ക്. കോട്ടപ്പാടം പഞ്ചായത്ത് അംഗം നിജോ വർഗീസിനാണ് പരിക്കേറ്റത്. അബോധാവസ്ഥയിലായ നിജോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡ് നവീകരണം പൂർത്തിയായതോടെ സ്ഥിരം അപകട മേഖലയായി മാറിയ ചെർപ്പശ്ശേരി കച്ചേരിക്കുന്നിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ MLAയുടെ നിർദ്ദേശം. സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറുകളും സ്ഥാപിക്കും. സ്ഥലത്തെ ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവരോടൊപ്പം MLA സന്ദർശിച്ചു. കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ കടമുറി വാടകയ്ക്കെടുത്ത് ലോട്ടറി ചൂതാട്ടം. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയായ യുവാവ് അറസ്റ്റ്. വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കിയായിരുന്നു കേരള ലോട്ടറിയുടെ അവസാന 3 അക്ക നമ്പർ ഉപയോഗിച്ച് ചൂതാട്ടം നടത്തിയിരുന്നു. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ഹരിശ്രീ കുറിച്ച് ആയിരക്കണക്കിന് കുടുംബം. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾക്ക് വൻ തിരക്ക്. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതി. അലനല്ലൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളിലേക്ക് പൈപ്പിടൽ വൈകുന്നു. നവീകരണം കഴിഞ്ഞ ദേശീയപാതയുടെ വശങ്ങൾ കീറുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രതിസന്ധി. വിശദമായ വാർത്തകൾ നോക്കാം. കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി പഞ്ചായത്ത് അംഗത്തിന് പരിക്ക്. കോട്ടോപ്പാടം പഞ്ചായത്ത് അംഗം നിജോ വർഗീസിനാണ് പരിക്കേറ്റത്. നിജോയെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാത്രി മേക്കളപ്പാറയിലാണ് അപകടം. ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ കാട്ടുപന്നി ഇടിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായ നിജോയെ സമീപവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്നലെ രാത്രി 8:30 മണിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ മേക്കളപ്പാറയിൽ വെച്ചിട്ടാണ് പന്നി കുറുകെ ചാടി എന്നെ വീഴ്ത്തുകയും എനിക്ക് ഓർമ്മയില്ലാത്ത സ്ഥിതിയിലേക്ക് ആവുകയും ചെയ്തു. അതിൻ്റെ പരിസരവാസികളെ എടുത്ത് എൻ്റെ മദർ കെയർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കയ്യിൽ ചെറിയ ഫ്രാക്ചറുണ്ട്. അതുപോലെ തന്നെ തലയ്ക്ക് നെറ്റിയിലെ 2 സ്റ്റിച്ചുണ്ട്. മറ്റ് കാലുകളിലെയും കൈകളിലെയൊക്കെ കുറേ തൊലികൾ പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പന്നികളെ 3-ാം ഘട്ടത്തിലും 16 പന്നികളെ വെടിവെച്ച് കൊന്നിരുന്നു. പക്ഷേ ഇപ്പോഴും പന്നികളുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ പ്രയാസത്തിലാണ്. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പന്നികളെ വെടിവെച്ചു കൊന്നിരുന്നെങ്കിലും ഇപ്പോഴും ശല്യം രൂക്ഷമാണ്. ഇരുചക്ര വാഹനങ്ങളിൽ വരുന്ന യാത്രക്കാരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. റോഡ് നവീകരണം പൂർത്തിയായതോടെ സ്ഥിരം അപകട മേഖലയായി മാറിയ ചെർപ്പശ്ശേരി കച്ചേരിക്കുന്നിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ MLAയുടെ നിർദ്ദേശം. സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറുകളും സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് നിർദ്ദേശം. മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നവീകരണം, ചെർപ്പശ്ശേരി നഗര നവീകരണം എന്നിവ പൂർത്തിയായതോടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. 3 റോഡുകൾ സംഗമിക്കുന്ന കച്ചേരിക്കുന്നിൽ. ചെർപ്പശ്ശേരി ഭാഗത്തു നിന്നും കയറി വരുന്ന വാഹനങ്ങൾ പെരിന്തൽമണ്ണ പാലക്കാട് റൂട്ടിലെ വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചാണ് കൂടുതലും അപകടങ്ങൾ സംഭവിക്കുന്നത്. പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ചെർപ്പശ്ശേരി ഭാഗത്തേക്കുള്ള റോഡ് ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപകടങ്ങൾ പതിവായതോടെ കച്ചേരിക്കുന്നിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. ഇതേ തുടർന്നാണ് P. മമ്മിക്കുട്ടി MLAയുടെ നേതൃത്വത്തിൽ ചെർപ്പശ്ശേരി SHO ബിനു തോമസ്, നഗരസഭാ വികസനകാര്യ സ്ഥിരസമിതി അംഗം VP ഷമീജ്, കരാർ കമ്പനി ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ ഉൾപ്പെടെയുള്ള സംഘം വ്യാഴാഴ്ച രാവിലെ പ്രദേശം സന്ദർശിച്ചത്. ഈ ഭാഗത്ത് സൈൻ ബോർഡുകളും ഡിവൈഡറുകളും സ്പീഡ് ബ്രേക്കർ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനും ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാനും നിർദ്ദേശം നൽകിയതായി P. മമ്മിക്കുട്ടി MLA പറഞ്ഞു. ഈ 3 പ്രദേശത്തുള്ള വാഹനങ്ങൾ ഇപ്പോൾ റോഡ് വീതി കൂടുകയും അതുപോലെ തന്നെ നമ്മൾ BMBC ഒക്കെ ചെയ്തപ്പോൾ വളരെ സുഖമാണ് യാത്ര ചെയ്യാൻ, അല്ലേ? കാലം ഇങ്ങനെ ചവിട്ടി കൊടുക്കാൻ തന്നെ മതിയാണ്. പക്ഷേ അത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുന്നൊരു സ്ഥിതിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റോഡ് ഈ രൂപത്തിൽ വന്നപ്പോൾ ദിവസവും 2-3 ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. വണ്ടിക്കാർ ജാഗ്രതയോടുകൂടി വരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം അതിൻ്റെ ഭാഗമുണ്ട്. മാത്രമല്ല, ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ വളവും തിരിവുണ്ട്, അവിടുന്ന് വാഹനം കയറി വരുന്നുള്ളത് മുൻകൂട്ടി അറിയാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇവിടെ വന്ന ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നത്. അതിൽ പോലീസ് CI ഉണ്ട്, പോലീസുകാരുണ്ട്, അതുപോലെ തന്നെ ഈ KSTP റോഡിൻ്റെ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളുണ്ട്, ഇവിടുത്തെ ജനപ്രതിനിധി ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് നാട്ടുകാരുണ്ട്. നിങ്ങൾക്കാണല്ലോ അവർക്ക് കൂടുതൽ അനുഭവമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള മുൻകരുതൽ, അതുപോലെ തന്നെ യാത്രക്കാരെയും വണ്ടിക്കാരെയും ജാഗ്രതപ്പെടുത്തൽ, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് ഒരു വളവുണ്ട് അങ്ങോട്ടൊരു വളവുണ്ട് എന്നുള്ള സിഗ്നൽ ബോർഡ് വെക്കുക. ആ രൂപത്തിലുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് പരമാവധി നമുക്ക് അപകടങ്ങൾ കുറക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാനാണ് നമ്മളിവിടെ സൈറ്റിൽ വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്.
അതെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് അടുത്ത ദിവസം അതിന് പരിഹാര മാർഗങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ നാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് KSTPയുടെ ആളുകളും അതുപോലെ തന്നെ പോലീസും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും പ്രതികളും കൂടി ഇരുന്ന് ഒരു തീരുമാനം ഉണ്ടാക്കുകയും ആ തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പാക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ പൊതുവായിട്ടുള്ള ഒരു ധാരണ എത്തിയിട്ടുള്ളത്. എന്തായാലും ആളുകളുടെ ജീവനും അതുപോലെ തന്നെ വാഹനങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതയോടുകൂടിയുള്ള നീക്കങ്ങൾ കൂട്ടായിട്ട് നടത്തണം എന്നാണ് എനിക്ക് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പറയാനുള്ളത്. കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ കടമുറി വാടകയ്ക്കെടുത്ത് വാട്സാപ്പ് വഴി ലോട്ടറി ചൂതാട്ടം നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. മലപ്പുറം ചെമ്മാട് തിരൂരങ്ങാടി കുന്നത്ത് അർജുനാണ് അറസ്റ്റിലായത്. മൊബൈൽ ഫോൺ വാട്സാപ്പിൽ ലക്കി പള്ളിക്കുന്ന് എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചായിരുന്നു ചൂതാട്ടം. 58 അംഗങ്ങളുള്ള ഈ ഗ്രൂപ്പ് വഴി കേരള സംസ്ഥാന ലോട്ടറിയുടെ അവസാന 3 അക്ക നമ്പറുകൾ നൽകിയാണ് ചൂതാട്ടം നടത്തിയത്. മണ്ണാർക്കാട് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. ചൂതാട്ടത്തിനായി പ്രതിയായ അർജുൻ കൈവശം വെച്ചിരുന്ന 3360 രൂപയും മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി അലനല്ലൂർ കോട്ടപ്പാടം പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് ദേശീയപാതയോരം വഴിയുള്ള പൈപ്പിടൽ അനിശ്ചിതത്വത്തിൽ. ദേശീയപാത നവീകരണം കഴിഞ്ഞതിനാൽ പാതയുടെ വശങ്ങൾ കീറുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിഷയമാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നതെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. ചെത്തല്ലൂർ മുറിയങ്കണ്ണിപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പദ്ധതിയുടെ ശുദ്ധീകരണശാലയുടെ നിർമ്മാണം പാലോട് കൂത്തുപറമ്പിൽ പൂർത്തീകരിച്ചു. തേങ്ങക്കണ്ടം മലയിൽ ടാങ്കിൻ്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. എന്നാൽ കോട്ടോപ്പാടം അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പൈപ്പിടൽ ഇനിയും ആരംഭിച്ചിട്ടില്ല. ദേശീയപാതയിലൂടെ വന്ന നാട്ടുകൽ 55 മൈൽ ഭീമനാട് റോഡ് വഴിയാണ് ഇരു പഞ്ചായത്തുകളിലേക്കും പൈപ്പ് വരുന്നത്. ദേശീയപാത വീതി കൂട്ടിയുള്ള നവീകരണം ഈയിടയ്ക്ക് കഴിഞ്ഞതിനാൽ പാതയോരം മുറിച്ച് പൈപ്പിടൽ സംബന്ധിച്ച വിഷയമാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നതെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി എന്ന് പലതവണ ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതൊരു ഫൈനൽ അനുമതി ലഭ്യമാകാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. ഏതായാലും അതിനെ തുടർന്ന് നമുക്ക് പ്രവർത്തികൾ ഒരു സ്തംഭനാവസ്ഥയിലാണ് എന്ന് പറയാം. അതുകൊണ്ട് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ, സർക്കാരും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ഉടൻ ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ചെയ്യണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിന് പറയാനുള്ളത്. ദേശീയപാതയിൽ റോഡ് പണി പ്രവർത്തീകരിച്ച് അതിൻ്റെ ഒരു ക്യൂറിംഗ് പീരീഡ് പൂർത്തീകരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയാൻ വേണ്ടി കഴിയുന്നത്. മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് നമ്മുടെ അറിവിൽ ഇല്ല. പൈപ്പിടലുമായി ബന്ധപ്പെട്ട് ജല അതോറിറ്റി ദേശീയപാത വിഭാഗത്തിന് നൽകേണ്ട തുക അടച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇരു പഞ്ചായത്തുകളിലേക്കും വെള്ളം എത്തിക്കുന്നതിനായി ദേശീയപാതയോരത്ത് ഇറക്കിയ പൈപ്പുകളിൽ കാട് മൂടി തുടങ്ങി. അതേസമയം പൊതുമരാമത്ത് വകുപ്പിൻ്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും അധീനതയിലുള്ള പാതയോരങ്ങൾ വഴി പൈപ്പിടൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല വീടുകളിലേക്കും പൈപ്പുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. വിജയദശമി ദിനത്തിൽ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച് ആയിരക്കണക്കിന് കുരുന്നുകൾ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും രാവിലെ എഴുത്തിനിരുത്തൽ നടന്നു. വലിയ ഭക്തജന തിരക്കാണ് പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ അനുഭവപ്പെട്ടത്. വിജയദശമി ദിനത്തിൽ അറിവിൻ്റെ ഹരിശ്രീ നുകർന്ന ആയിരക്കണക്കിന് കുരുന്നുകൾ ക്ഷേത്രങ്ങളിലും വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ തന്നെ എഴുത്തിനെഴുത്തൽ ചടങ്ങുകൾ ആരംഭിച്ചു. ഗുരുസ്ഥാനീയരും രക്ഷിതാക്കളും ആചാര്യന്മാരും കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. ആദ്യം സ്വർണ്ണമോതിരം കൊണ്ട് നാവിലും പിന്നീട് അരിയിലും കുട്ടികൾ ഹരിശ്രീ കുറിച്ചു. തിരൂർ തുഞ്ചൻ പറമ്പിലും കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമായ ലക്കിടി കലക്കത്ത് ഭവനത്തിലും ഹരിശ്രീ കുറിക്കാൻ നൂറുകണക്കിന് കുരുന്നുകളെത്തി. ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകൾ ഹരിശ്രീ കുറിച്ചു. പുസ്തകപൂജ, വാഹനപൂജ എന്നിവയും ഉണ്ടായി. പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ നടന്നുവന്ന നവരാത്രി സംഗീതോത്സവവും സമാപിച്ചു. വെള്ളിങ്ങഴി സുബ്രഹ്മണ്യന്റെ സംഗീത കച്ചേരി അരങ്ങേറി. വിനായക വക്രതുണ്ട ശൂർപകർണ തുടർന്ന് പഞ്ചരത്ന കൃതികളുടെ ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് കൊടിയിറങ്ങിയത്.
ഒറ്റപ്പാലം ലക്കിടി കിള്ളിക്കുരിശിമംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. നൂറുകണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത്. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമായ ഒറ്റപ്പാലം ലക്കിടി കിള്ളിക്കുരിശിമംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് കുരുന്നുകളെത്തി. കളിത്തട്ടിലെ സരസ്വതി മണ്ഡപത്തിൽ 16ഓളം ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് വിദ്യാരംഭം നടന്നത്. 200ഓളം കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. പത്മശ്രീ രാമചന്ദ്ര പുലവർ വിദ്യാരംഭ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പരിപാടി കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലും നിരവധി കുരുന്നുകൾ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചു. പട്ടാമ്പി പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലും നിരവധി കുട്ടികൾ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാനെത്തി. പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ തവനൂർ ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ കെ രമ, വള്ളൂർ പി വേണുഗോപാല പണിക്കർ എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന എഴുത്തിനിരുത്തൽ ചടങ്ങിന് വിനയഗോപാൽ, ആഞ്ഞം ശങ്കരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. കാട്ടുകുളം പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലും വിജയദശമി ദിനത്തിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. സംഗീതാരാധന, നൃത്തനൃത്യങ്ങൾ എന്നിവയുമുണ്ടായി. 300ഓളം കുരുന്നുകളാണ് പരിയാനംപറ്റ ദേവീ സന്നിധിയിൽ ഹരിശ്രീ കുറിച്ചത്. ക്ഷേത്രം മേൽശാന്തി KM കൃഷ്ണൻ നമ്പൂതിരി, KM അനിൽ പരമേശ്വരൻ, ശ്രീകൃഷ്ണപുരം വേണുഗോപാൽ എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. 400ഓളം വാഹനപൂജയും ഉണ്ടായി. തുടർന്ന് നടന്ന സംഗീതാരാധനയിലും 100ഓളം കുട്ടികളും മറ്റ് സംഗീതജ്ഞരും പങ്കെടുത്തു. നെടുമ്പള്ളി രാമോഹൻ, മീര രാമോഹൻ എന്നിവരുടെ പഞ്ചരത്ന കീർത്തനാലാപനവും ഉണ്ടായി. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. BJP മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് നമോഭവൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. BJPയുടെ വളർച്ച CPMനെ ഭയപ്പെടുത്തുന്നുവെന്നതിൻ്റെ തെളിവാണ് ദൈവനിഷേധികളായ CPM അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. രഹന ഫാത്തിമ എന്ന ഈശ്വര നിഷേധികളായവരെ സന്നിധാനത്തിലേക്ക് ചുമന്നു കയറ്റി ആചാരലംഘനം നടത്തിയ CPMനെ കൊണ്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ വളർച്ചയെയാണ് കാണിക്കുന്നത്. അതിന് പമ്പയിൽ തന്നെ വിശ്വാസികൾ മറുപടി നൽകി. വരുന്ന തെരഞ്ഞെടുപ്പിൽ കറുത്ത കുതിരയെ പോലെ BJP അധികാരത്തിലെത്തുമെന്നും ഉദ്ഘാടനം നിർവഹിച്ച അനീഷ് കുമാർ പറഞ്ഞു. ഗുരുവായൂർ വന്നിട്ട് ആ കാണുന്ന സ്ഥലത്താണ് ഈ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചൂണ്ടിയ ആളാണ്, അല്ലെ? കെ രാധാകൃഷ്ണൻ തീർത്ഥം കൊടുത്ത സമയത്ത് സാനിറ്റൈസ് തുടയ്ക്കുന്ന പോലെ തുടച്ച ആളാണ് ശബരിമലയിൽ. തികഞ്ഞ നിരീശ്വരവാദികളാണ്. നിരീശ്വരവാദികൾ എന്നല്ല, ഈശ്വര നിഷേധികൾ എന്നാണ് പറയുന്നത്. അവരെന്തിനാണ് അയ്യപ്പ സംഗമം നടത്തിയത്? ഇതേ ശബരിമലയിലല്ലേ കേരള പോലീസിന്റെ യൂണിഫോം അണിയിച്ച് രഹന ഫാത്തിമ എന്ന് പറഞ്ഞ ഈശ്വര നിഷേധിയെ ശബരിമല മല ചവിട്ടിച്ചത് പിണറായിയുടെ പോലീസല്ലേ, അല്ലെ? ഇരുട്ടിന്റെ മറവിൽ ശവം കൊണ്ടുവരുന്നത് പോലെ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കാരണം പന്നി കടിച്ചിട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് പറഞ്ഞത്. ഇരുട്ടിന്റെ മറവിൽ ശവം കൊണ്ടുപോകുന്നത് പോലെ ആംബുലൻസിൽ കയറ്റി ശബരിമലയിൽ കൊണ്ടുവന്ന് ആചാര ലംഘനം നടത്തിച്ച് അതിന്റെ പേരിൽ ഊറ്റക്കൊണ്ടത് ഈ പിണറായി വിജയനായിരുന്നു. എത്ര ക്ഷേത്രങ്ങൾ തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു. ക്ഷേത്രങ്ങളും പള്ളികളും തകർത്ത് അവിടെ കപ്പ നടണം എന്ന് പറഞ്ഞ ഈ ഈശ്വര നിഷേധികളെ കൊണ്ട്
അയ്യപ്പ സംഗമം നടത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തിപ്പെട്ടു എന്നതിന് തെളിവാണ്. നല്ല ഭയപ്പാടുണ്ട്, ഒരു സംശയവും വേണ്ട. നല്ല പേടിയുണ്ട്, വോട്ട് ചോർന്നു പോവുകയാണെന്ന് നല്ല ഭയമുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP കറുത്ത കുതിരയായി കുതിക്കുമെന്ന് കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും നല്ല ബോധ്യമുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ന് നിങ്ങൾ നോക്കൂ, കേരള രാഷ്ട്രീയം BJP ചുറ്റിപ്പറ്റിയാണ്. കേരളത്തിലെ രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കുന്ന ആരാണ്? ഭാരതീയ ജനതാ പാർട്ടിയാണ്. പണ്ടൊക്കെ കേരളത്തിൽ ഒരു വിഷയം നടന്നാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വല്ല സ്ഥാനവും ഉണ്ടായിരുന്നു. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ എതിർവശത്തെ കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി അധ്യക്ഷത വഹിച്ചു. പാർട്ടി ഓഫീസിനപ്പുറത്തേക്ക് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ പൊതുജനങ്ങളിൽ ലഭിക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനവും ഇവിടെ നടക്കുമെന്ന് ബിജു പറഞ്ഞു. പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ്, PG ഗോപകുമാർ, NR രജിത, C ഹരിദാസൻ, P ശ്രീധരൻ, ബിനോയ് ജോസഫ്, M സുബ്രഹ്മണ്യൻ, ബേബി ഡാനിയൽ, M ദൃശ്യക്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TM സുധീഷ്, P രാജൻ എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മലപ്പുറം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. വാരാചരണം ADM NM മെഹർ അലി ഉദ്ഘാടനം ചെയ്തു. സർവമത പ്രാർത്ഥനയും ഗാന്ധി അനുസ്മരണവും നടന്നു. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 രാവിലെ 9 കളക്ട്രേറ്റിലെ ഗാന്ധി പ്രതിമയിൽ ജില്ലാ കളക്ടർക്ക് വേണ്ടി ADM പുഷ്പാർച്ചനയും ഹാരാർപ്പണവും നടത്തി. തുടർന്ന് സർവമത പ്രാർത്ഥനയും ഗാന്ധി അനുസ്മരണവും നടന്നു. ഗാന്ധി ദർശൻ സമിതിയും നെഹ്റു യുവകേന്ദ്രയും ജില്ലാ സർവോദയ മണ്ഡലവും ചേർന്നാണ് ചടങ്ങുകൾ നടത്തിയത്. ചടങ്ങിൽ ഗാന്ധി ദർശൻ സമിതി ജില്ലാ ചെയർമാൻ PK നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അനീഷ, കെയ്റ്റ് ജില്ലാ കോർഡിനേറ്റർ K മുഹമ്മദ് ഷെരീഫ്, സർവോദയ മണ്ഡലം ജനറൽ സെക്രട്ടറി V രഞ്ജിത്ത്, ഗാന്ധി ദർശൻ സമിതി ജില്ലാ ട്രഷറർ CA റസാഖ്, M മുകുന്ദൻ, T മോഹനൻ, P അസ്മാബി, VP നീന, K പ്രസന്നകുമാരി, P കൃപരാജ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളും സംബന്ധിച്ചു. വാരാഘോഷത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കും. ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ 7 ദിവസം ജില്ലയിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ നടക്കും. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU മണ്ണാർക്കാട് ഡിവിഷൻ സമ്മേളനം നടത്തി. റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശി ഉദ്ഘാടനം ചെയ്തു. റൂറൽ ബാങ്ക് പരിസരത്ത് CITU ജില്ലാ ട്രഷറർ B വിജയൻ പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ഒരു മുതലാളിയും തൊഴിലാളിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും പോരാട്ടത്തിലൂടെയാണ് തൊഴിലാളികൾ അവകാശം നേടിയതെന്നും ഉദ്ഘാടനം നിർവഹിച്ച TM ശശി പറഞ്ഞു. നരേന്ദ്രമോദി BJP മതിയാവില്ല. അതിന് രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ പിന്തുണ സഹായമാണ്. രാജ്യത്തിന്റെ കോർപ്പറേറ്റുകളുടെ പിന്തുണയും സഹായം വരുന്നത് രാജ്യത്തിന്റെ കോർപ്പറേറ്റ് സഹായവും പിന്തുണയും കൊണ്ട് ഭരണം നിലനിർത്തുമെങ്കിൽ അവർക്ക് ധാരാളം തിരിച്ചു ചെയ്തു കൊടുക്കണം. ഇന്ത്യൻ ഭരണ സംവിധാനം രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നിയമ സംവിധാനം ഉണ്ടാക്കണം, തീരുമാനം ഉണ്ടാവണം. ഭരണം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മാറ്റണം. ഭരണം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മാറ്റുക എന്നാൽ അത് തൊഴിലാളിക്ക് വിരുദ്ധമായി മാറ്റുക എന്നതാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും, ഇന്ത്യയിലല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് അനുകൂലമായി മുതലാളി തീരുമാനമെടുത്താൽ ചിന്തിക്കാൻ പറ്റും? ലോക ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കിയോ, ഇന്നെല്ലാം തൊഴിലാളി നേടിയിട്ടുള്ള, തൊഴിലാളി അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളും തൊഴിലാളി വലിയ സമരങ്ങളോടെ, പ്രക്ഷോഭങ്ങളോടെ നേടിയെടുത്തത്. ഒരു മുതലാളിയും ഒരു കോർപ്പറേറ്റും ഒരു ഭരണാധികാരിയും തനിയെ എന്റെ തൊഴിലാളിയാണ്, എന്റെ നാട്ടിലെ ആളുകളാണ്, അവർക്ക് സൗകര്യങ്ങളായിക്കൊണ്ടേ ഒരു സൗകര്യം കിട്ടിയിട്ടില്ല. ഡിവിഷൻ പ്രസിഡന്റ് KP മസൂദ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, യൂണിയൻ ജില്ലാ ട്രഷറർ B വിജയൻ, സ്വാഗത സംഘം ചെയർമാൻ TR സെബാസ്റ്റ്യൻ, ഡിവിഷൻ സെക്രട്ടറി M അവറ, CPM ലോക്കൽ സെക്രട്ടറി K മൻസൂർ, KP ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു. 10 പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു.
പാണ്ടിക്കാട് ടൗൺ ഇനി എന്നെന്നും ക്ലീനാകും. ടൗൺ ക്ലീനിംഗ് എല്ലാ ദിവസവും എന്ന പദ്ധതിക്ക് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TC രമീഷ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി ആഴ്ചയിൽ ഒരു ദിവസം ടൗൺ ശുചീകരണവും നടത്താറുണ്ട്. ഇതാണിപ്പോൾ എല്ലാ ദിവസവും നടത്തുക. ടൗൺ ക്ലീനിംഗ് എന്ന പദ്ധതിക്കായി 4 പേരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. പാണ്ടിക്കാട് ടൗൺ വൃത്തിയായി നിലനിർത്തുന്നതിനോടൊപ്പം സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള പദ്ധതികളും വരും ദിവസങ്ങളിൽ നടപ്പിലാക്കും. പദ്ധതിയുടെ ഭാഗമായി വേസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC രമീഷ ഉദ്ഘാടനം ചെയ്തു. വലിയൊരു പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരിക്കലുള്ള ക്ലീനിങ് പ്രായോഗികമല്ല എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളുടെയും മറ്റുള്ളവരൊക്കെയും അവരുടെ അഭിപ്രായത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ പ്രത്യേക സ്റ്റാഫുകളെ നിയമിച്ചുകൊണ്ട് പാണ്ടിക്കാട് ടൗണിൽ ഇനി സ്ഥിരം ക്ലീനിങ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, നമ്മൾ പഞ്ചായത്തിന്റെ സ്റ്റാഫുകളാണ്. ഇവര് 4 പേരെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അവരുടെ പ്രവർത്തനത്തിൽ ഇതുവരെ മാലിന്യ സംസ്കരണത്തിൽ തന്നിട്ടുള്ള സപ്പോർട്ട്, ഇവരുടെ ഈ ഒരു എല്ലാ ദിവസവും ക്ലീനിങ് നടക്കുന്ന ഈ പ്രവൃത്തിയിലും വ്യാപാരി സുഹൃത്തുക്കളോടെയും മറ്റും ഇതിന് പ്രതിനിധീകരിച്ച് സഹകരിക്കുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം നമ്മുടെ വൈസ് പ്രസിഡന്റ് KK സദക്കത്ത് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ V ഐഷുമ്മ, P സുനീർ, TK റാബിയത്ത്, അംഗങ്ങളായ V മജീദ്, MK സുഹറ, T സൈനുൽ ആബിദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ P മൊയ്തീൻകുട്ടി, വ്യാപാരി സംഘടനാ പ്രതിനിധികളായ E അക്ബർ ഷാ, ലത്തീഫ് ഇക്ബാൽ, ട്രോമ കെയർ ടീം ലീഡർ K മുജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ജനകീയ കൂട്ടായ്മയിൽ ടൗൺ ശുചീകരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കേരള പ്രവാസി സംഘം പാലപ്പുറം വില്ലേജ് കമ്മിറ്റി. കാഞ്ഞിരക്കടവ് പാലവും പരിസരവുമാണ് ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി വൃത്തിയാക്കിയത്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് കേരള പ്രവാസി സംഘം പാലപ്പുറം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരക്കടവ് പാലവും പരിസരവും വൃത്തിയാക്കിയത്. ശുചീകരണ യജ്ഞം മുൻ MLA M ഹംസ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം കാഞ്ഞിരക്കടവ് യൂണിറ്റ് പ്രസിഡന്റ് ശിവൻ അധ്യക്ഷത വഹിച്ചു. പ്രവാസി സംഘം പാലപ്പുറം വില്ലേജ് പ്രസിഡന്റ് ഷംസുദ്ദീൻ, ഏരിയ പ്രസിഡന്റ് അഷ്റഫ്, പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി മുകുന്ദൻ, വില്ലേജ് സെക്രട്ടറി ജയകുമാർ, വാർഡ് കൗൺസിലർ സുനീറ മുജീബ് എന്നിവർ സംസാരിച്ചു. ശുചീകരണ പ്രവർത്തനത്തിന് സാമ്പത്തിക സഹായം നൽകിയ കാഞ്ഞിരക്കടവ് സൗഹൃദ കൂട്ടായ്മയോടുള്ള കൃതജ്ഞത പ്രവാസി സംഘം വില്ലേജ് പ്രസിഡന്റ് ഷംസുദ്ദീൻ രേഖപ്പെടുത്തി. പ്രിയപ്പെട്ട യുവാക്കൾ ഒരുക്കുകയാണ്. വൃത്തിഹീനമായ കാഞ്ഞിരപ്പുഴ പാലം എന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടും ഗാന്ധി ജയന്തി ദിനം ആഘോഷമാക്കിക്കൊണ്ടും അവർ സാമൂഹ്യ ബാധ്യതയുള്ള വർക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രവാസി സംഘത്തിലെ മുഴുവൻ സുഹൃത്തുക്കളും ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. ഇവിടെ ഗാന്ധി ജയന്തി ദിനത്തിൽ ഇന്ന് നമ്മൾ പ്രവാസികളെല്ലാവരും ഒരുമിച്ച് കൂടി പ്രവാസി സംഘടനയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം, കാഞ്ഞിരക്കടവ് പാലം, ഇവിടെ സാമൂഹ്യ വിരുദ്ധർ കുറേ വേസ്റ്റ് സാധനങ്ങളും കച്ചറകളും നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ പുല്ലും അതൊക്കെ വളർന്നിട്ടുണ്ട്. അതൊക്കെ വെട്ടി നിർത്താനുള്ള ഒരു പണിയിലാണ് ഞങ്ങളെല്ലാവരും. ഈ പ്രവാസി സംഘടനയുള്ള മുഴുവൻ ആൾക്കാരും ഇതിന് നമ്മളെ ഹംസക്കയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തതിൻ്റെ പ്രസിഡന്റ്, പ്രവാസി സംഘടനയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജോയിൻറ്റ് സെക്രട്ടറി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം പണികളൊക്കെ ഇങ്ങനെ തീരാനായി, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാലം കാഞ്ഞിരക്കടവ് പാലം വൃത്തിയാക്കും ഇന്ന് വൈകുന്നേരത്തിന് ഉള്ളിൽ. ഞങ്ങളെല്ലാവരും കൂടി ഇതിൽ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും എല്ലാവർക്കും നന്ദി. ആനമങ്ങാട് എടത്തറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വിപുലമായ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി EM നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. എടത്തറ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്നിപ്പോൾ വിജയദശമിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. ഇവിടെ രാവിലെ തന്നെ ദേവി പൂജ സരസ്വതി പൂജയും അമ്പലത്തിലെ പൂജയും അതിനോടനുബന്ധിച്ച് കുരുന്നുകളെ എഴുത്തിനിരുത്തലും നാട്ടുകാരുടെ എഴുത്തും എല്ലാം ഉണ്ടായി. പിന്നെ കൊല്ലം തോറും നടന്നു വരാറുള്ള വാഹനപൂജ വളരെ ഭംഗിയായിട്ട് നടന്നു. പിന്നെ പുതിയതായിട്ട് ഞങ്ങൾ ഇവിടെ മാതൃസമിതി വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മാതൃസമിതി ഇന്ന് ഇപ്പോൾ ദേവി മാഹാത്മ്യം വായിക്കലുണ്ടായി. അങ്ങനെ വിവിധ പരിപാടികളുമായിട്ട് ഇന്നത്തെ ദിവസം വളരെ ഭംഗിയായി. എടത്തറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, പുസ്തകപൂജ, കുരുന്നുകളെ എഴുത്തിനിരുത്തൽ, അക്ഷരമെഴുത്ത്, നാരായണീയ പാരായണം, വാഹനപൂജ എന്നീ ചടങ്ങുകൾ നടന്നു. 12 ക്ഷേത്രങ്ങളിലെ താന്ത്രിക കർമ്മങ്ങൾ നടത്തുന്ന തന്ത്രി കുടുംബമായ
എടത്തറ മൂത്തേടത്തുമന ഉടമസ്ഥതയിലാണ് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ക്ഷേത്രം തന്ത്രി EM നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തർ നവരാത്രി ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തി. ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായും പൂർവാധികം ഭംഗിയിലും നടത്തിവരുന്ന ക്ഷേത്രമാണ് എടത്തറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ ഗജപൂജയ്ക്ക് 2040 വരെ ബുക്കിംഗ് ലഭിച്ചു. കന്നിമാസത്തിലെ ദ്വാദശി നാളിൽ എല്ലാ വർഷവും വാര ഊട്ട് നടത്തിവരുന്നു. എല്ലാ മലയാള മാസത്തിലും 30 വ്യാഴം ലക്ഷ്മീനാരായണ പൂജയും 30 വെള്ളി ഭഗവത് സേവയും 30 ശനി ചുറ്റുവിളക്കും ഭജനയും അന്നദാനവും നടത്തിവരുന്നുണ്ട്. വൃശ്ചിക മാസത്തിൽ ചുറ്റുവിളക്കും നാമപ്രതിഷ്ഠയും, വൃശ്ചിക മാസത്തിലെ 3-ാമത്തെ ശനിയാഴ്ച അഖണ്ഡനാമ ജപയജ്ഞവും സമൂഹ പുഷ്പാർച്ചനയും ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. മകരമാസത്തിലെ പൂയന്നാളിൽ പ്രതിഷ്ഠാദിനവും 100 ദിവസത്തെ കലശവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ വിജയികളെ തെരഞ്ഞെടുത്തു. സംഗീതോത്സവം സമാപന ചടങ്ങിലാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച സമ്മാനോത്സവത്തിന്റെ വിജയികളെയാണ് തെരഞ്ഞെടുത്തത്. 100 രൂപ വിലമതിക്കുന്ന 12,000-ഓളം ടിക്കറ്റുകളാണ് സമ്മാനോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിറ്റഴിച്ചത്. സമ്മാനോത്സവത്തിൽ 1-ാം സമ്മാനമായി ഹീറോ പാഷൻ പ്ലസ് ബൈക്കും, 2-ാം സമ്മാനമായി TVS ജൂപ്പിറ്റർ സ്കൂട്ടറും, 3-ാം സമ്മാനമായി ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുമാണ് നൽകിയത്. 4-ാം സമ്മാനമായി 10 പേർക്ക് സൈക്കിളും, 5-ാം സമ്മാനമായി 10 പേർക്ക് സീലിംഗ് ഫാനും, 6-ാം സമ്മാനമായി 20 പേർക്ക് സ്റ്റീൽ അടുക്കുകളും, 7-ാം സമ്മാനമായി തിരഞ്ഞെടുക്കപ്പെടുന്ന അവസാനത്തെ 4 നമ്പറിന് 5 ലിറ്റർ പ്രഷർ കുക്കറും, 8-ാം സമ്മാനമായി അവസാനത്തെ 3 നമ്പറിന് സ്റ്റീൽ വാട്ടർ ബോട്ടിലും, 9-ാം സമ്മാനമായി അവസാനത്തെ 2 നമ്പറിന് ഡിസൈൻ ബോക്സും, 10-ാം സമ്മാനമായി അവസാനത്തെ 1 നമ്പറിന് സ്റ്റീൽ ഗ്ലാസുമാണ് സമ്മാനം. 1-ാം സമ്മാനത്തിനായി ജയരാജ് എന്ന വ്യക്തിയെയും, 2-ാം സമ്മാനത്തിനായി രാമൻകുട്ടി കച്ചേരിക്കുന്നിനെയും, 3-ാം സമ്മാനത്തിനായി രഞ്ജിനി വർമ്മയെയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് പാറലിൻ്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരോഗ്യ സംരക്ഷണ ലഹരി വിരുദ്ധ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. തൂത മണലായ മെക്സവൻ ഹെൽത്ത് ക്ലബ്ബുകളുടെ സഹകരണത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലുളിപ്പറമ്പിൽ നിന്നും തൂത വരെയാണ് ബൈക്ക് റാലി നടത്തിയത്. രാവിലെ 7-ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണ ലഹരി വിരുദ്ധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തൂതയിൽ നടന്ന സമാപന ചടങ്ങിൽ ഡോക്ടർ ഷംജിത്ത് ലഹരി വിരുദ്ധ സന്ദേശം കൈമാറി. മെക്സവൻ ഏരിയ കോർഡിനേറ്റർ സക്കീർ ഹുസൈൻ പാറൽ, KP ഹംസഫ് ഹാജി, CK കുഞ്ഞാലൻ ഹാജി, CK മജീദ്, CP അൻവർ മാസ്റ്റർ, VK നൌഫൽ, NP ബഷീർ തൂത, V അബ്ദുൾ മജീദ് തൂത, PT യൂസഫ് മൺലായ, PT അബ്ദുൾ ഹമീദ് മൺലായ എന്നിവർ നേതൃത്വം നൽകി. അങ്ങാടിപ്പുറത്ത് വലമ്പൂർ ഓരാടമ്പാലം റോഡിലെ അപകട ഭീഷണിയുള്ള ട്രാൻസ്ഫോമർ അടിയന്തരമായി മാറ്റി സ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി വലമ്പൂർ യൂണിറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം മനുഷ്യാവകാശ കമ്മീഷനും വൈദ്യുതി മന്ത്രിക്കും പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് വെൽഫെയർ പാർട്ടി. വലമ്പൂർ ഓരാടമ്പാലം റോഡിൽ വളവിന് തൊട്ട് റോഡിലെ വീതിയില്ലാത്ത ഭാഗത്ത് വർഷങ്ങളായി ഈ ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുകയാണ്. സുരക്ഷാവേലി ഇല്ലാത്തതിനാൽ അപകട സാധ്യത കൂടുതലാണെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പരാതിപ്പെട്ടു. പലതവണ പരാതി നൽകിയിട്ടും അങ്ങാടിപ്പുറം KCB അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ പറഞ്ഞു. അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം മനുഷ്യാവകാശ കമ്മീഷനും വൈദ്യുതി മന്ത്രിക്കും പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് വെൽഫെയർ പാർട്ടി. മങ്കട മണ്ഡലം കമ്മിറ്റി അംഗം ജമാൽ മങ്കട, യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ KT, മുഹമ്മദ് യൂസഫ് KV, ഹംസത്ത് അലി KP, ഇക്ബാൽ KV എന്നിവരും പങ്കെടുത്തു. ഈ ട്രാൻസ്ഫോമർ ഏകദേശം നടുറോട്ടിൽ നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വളവും അതേപോലെ തന്നെ നിരന്തരമായ ആളുകൾ നടന്നു പോകുന്ന ഈ ട്രാൻസ്ഫോമർ എത്രയും പെട്ടെന്ന് ഈ റോട്ടിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നമ്മുടെ KSEBക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അത് കണ്ടില്ലെന്ന് അടിക്കുന്ന ഒരു രൂപത്തിലാണ് KSEB മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോടമ്പാലം പട്ടിക്കാട് റോഡാണ്, വലമ്പൂരാണ് പ്രദേശം. ഈ വലമ്പൂര് ഈ കൊടും വളവിൽ ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിൽ ഏറെയധികം പ്രതിഷേധമാണ് വെൽഫെയർ പാർട്ടി ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ KSEB ഇത് മാറ്റി സ്ഥാപിക്കുന്നില്ലെങ്കിൽ അടിയന്തരമായിട്ട് ഇത് മാറ്റി സ്ഥാപിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലാത്ത പക്ഷം വൈദ്യുതി മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനുമൊക്കെ പരാതി നൽകാൻ വെൽഫെയർ പാർട്ടി ഉദ്ദേശിക്കുകയാണ്. അതുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. കാരക്കുളവൻ കുടുംബസംഗമം അലനല്ലൂർ PPH ഹാളിൽ നടന്നു. അലനല്ലൂർ മുണ്ടത്തുപള്ളി ഖത്തീബ് അൻവർ ഭാഗവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിയമവും യുവതലമുറയും എന്ന വിഷയത്തെ ആസ്പദമാക്കി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഫസലുർ റഹീം ക്ലാസ് എടുത്തു.
കുടുംബത്തിന്റെ മഹത്വം വ്യക്തമാക്കിക്കൊണ്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബഷീർ ഫൈസി കാട്ടുകുളം സംസാരിച്ചു. അബ്ദുൾ ഖാദർ ഭീമനാട്, വാപ്പു മുസ്ലിയാർ കരുവാരക്കുണ്ട്, മുഹമ്മദ് അലി റഹ്മാനി കരുവാരക്കുണ്ട്, ഷെരീഫ് ഫൈസി കരുവാരക്കുണ്ട്, ഉമ്മർ സഹദി കാട്ടുകുളം, കുഞ്ഞലവി ലത്തീഫി കാട്ടുകുളം, അബ്ബാസ് ഹുദവി കരുവാരക്കുണ്ട്, അബ്ദു മുസ്ലിയാർ ആര്യമാവ്, നൌഷാദ് റഹ്മാനി പാറപ്പുറം, ബുഷേർ കാട്ടുകുളം തുടങ്ങിയവർ പങ്കെടുത്തു. ചോദിച്ച് മനസ്സിലാക്കിയത് പരിചയപ്പെട്ട് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്ന് കഴിയുന്ന രൂപത്തിൽ പരമാവധി അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഇവിടെ കൂടി എല്ലാവരും ശ്രമിക്കണം. അതാണ് കുടുംബസംഘം. അല്ലാതെ കുറെ വഴക്ക് പറഞ്ഞു, കുറെ പ്രസംഗിച്ചു, കുറെ എന്തൊക്കെയോ പറഞ്ഞു, അങ്ങോട്ട് പിരിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കാര്യഗൗരവത്തിലേക്ക് എത്തിപ്പെടാൻ ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരില്ല. ഹബീബ് കോട്ടപ്പാടത്തിന്റെ ഗാനാലാപനവും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഒരു ചെറിയ ഇടവേള കൂടി. കൂടുതൽ വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. യാത്രകൾക്ക് കൂടുതൽ പുതുമയേകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെർപ്പളശ്ശേരിയിൽ ഇതാ ഒരു പുത്തൻ ട്രാവൽ പാർട്ട്ണർ. ആകർഷകമായ ഹോളിഡേ പാക്കേജുകളും ഒട്ടനവധി സേവനങ്ങളും ഒരുക്കി സഫാരി ടൂർസ് ആൻഡ് ട്രാവൽസ് ചെർപ്പളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ചെർപ്പളശ്ശേരിയിൽ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പുതിയ മുന്നേറ്റവുമായാണ് സഫാരി ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രവർത്തനം ആരംഭിച്ചത്. ചെർപ്പളശ്ശേരി പട്ടാമ്പി റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇന്ന് പ്രവർത്തനം ആരംഭിച്ച സഫാരി ടൂർസ് ആൻഡ് ട്രാവൽസ്, ഷിഹാബാണ് അതിൻ്റെ പ്രൊപ്പറേറ്റർ അല്ലേ. ഷിഹാബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ വിവിധങ്ങളായുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള ഒരു സെൻറ്റർ, ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആവശ്യങ്ങളും ഇന്നൊക്കെ തന്നെ ഓൺലൈൻ സംവിധാനത്തിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സംവിധാനത്തിലും നിർവഹിക്കപ്പെടുന്ന കാലമാണ്. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആളുകൾക്ക് അവലംബിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തോട് അനുബന്ധിച്ച് തന്നെ സഫാരി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന ഈ ഓഫീസ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്നും ഈ സ്ഥാപനത്തിന് ഉത്തരോത്തരം വളർച്ചയും സ്ഥാപനത്തിന് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതായി അറിയിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലോകത്ത് എവിടേക്കുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകൾ, വിസ സർവീസ് എന്നിവയാണ് സഫാരി ടൂർസ് ആൻഡ് ട്രാവൽസ് വാഗ്ദാനം ചെയ്യുന്നത്. കൂടാതെ കുറഞ്ഞ ചെലവിലുള്ള ഹജ്ജ്, ഉംറ പാക്കേജുകളും ടൂർ പാക്കേജുകളും സഫാരി ടൂർസ് ആൻഡ് ട്രാവൽസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആദ്യ ടിക്കറ്റ് ബുക്കിംഗ് ദുബായിലെ പ്രമുഖ വ്യവസായിയും ഗോൾഡൻ പവർ ഗ്രൂപ്പിന്റെ ചെയർമാനുമായ അബ്ദുൾ അസീസിന് നൽകി പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. MLAക്കുള്ള ഉപഹാരം സഫാരി ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൊപ്പറേറ്റർ ശിഹാബ് വള്ളിക്കാടൻ ചടങ്ങിൽ കൈമാറി. ടൂർസ് ആൻഡ് ട്രാവൽസ് സേവനങ്ങൾക്ക് പുറമെ ആധാർ സേവനങ്ങൾ, പഞ്ചായത്ത് വില്ലേജ് സേവനങ്ങൾ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സേവനങ്ങൾ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും സഫാരിയിൽ ലഭ്യമാണ്.
വിജയദശമി നാളിൽ നെല്ലായക്കാർക്ക് മറ്റൊരു സന്തോഷവും കൂടി. 25 വർഷത്തെ പാരമ്പര്യമുള്ള ചൈതന്യ ഗോൾഡ് ലോണിൻ്റെ പുതിയ ബ്രാഞ്ച് നെല്ലായ സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആകർഷകമായ വായ്പാ പദ്ധതികളും നിക്ഷേപ പദ്ധതികളും ചൈതന്യ ഗോൾഡ് ലോണിൽ ഒരുക്കിയിട്ടുണ്ട്. ധനകാര്യ മേഖലയിൽ കാൽനൂറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ചൈതന്യ ഗോൾഡ് ലോണിൻ്റെ പുതിയ ബ്രാഞ്ചാണ് നെല്ലായ സിറ്റിയിൽ മാവുണ്ടിരിക്കടവ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത്. വിജയദശമി ദിനത്തിൽ രാവിലെ നടന്ന ചടങ്ങിൽ സാമൂഹ്യ, രാഷ്ട്രീയ, വ്യാപാര രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൈതന്യ ബാങ്കേഴ്സിൻ്റെ പുതിയ ഒരു ബ്രാഞ്ച് കൂടി നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ നെല്ലായ സിറ്റിയിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മിതമായ പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ, പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ എന്നിവയ്ക്ക് പുറമെ മണി ട്രാൻസ്ഫർ സൗകര്യവും ചൈതന്യ ഗോൾഡ് ലോണിൽ ഒരുക്കിയിട്ടുണ്ട്. പേങ്ങാട്രി, മുളയങ്കാവ്, കുളപ്പുള്ളി, ചെർപ്പശ്ശേരി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ചൈതന്യ ധനമണി, ചളവറയിൽ പ്രവർത്തിക്കുന്ന ചൈതന്യ ധനനിധി ലിമിറ്റഡ് എന്നിവയും ചൈതന്യ ഗോൾഡ് ലോണിൻ്റെ സഹോദര സംരംഭങ്ങളാണ്. ബിസിനസ്സുകാർക്ക് 2 പവൻ സ്വർണത്തിന് 2 ലക്ഷം രൂപ വരെ വായ്പയും സ്വർണത്തിന് ഗ്രാമിന് 9,000 രൂപ വരെ വായ്പയും ദിവസേനയും ആഴ്ചയിലും തിരിച്ചടയ്ക്കാവുന്ന ബിസിനസ് ലോൺ സൗകര്യവും ദിവസം, ആഴ്ച, മാസ വ്യവസ്ഥകളിൽ തിരിച്ചടയ്ക്കാവുന്ന പേഴ്സണൽ ലോണുകളും മാർക്കറ്റ് വിലയ്ക്കനുസരിച്ച് വസ്തുവിൻ്റെ മേൽ പരമാവധി വായ്പാ സൗകര്യവും ചൈതന്യ ധനനിധി ലിമിറ്റഡിൽ ലഭ്യമാണ്. കൂടാതെ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് 7% വരെ പലിശയും ചൈതന്യ ധനനിധി ലിമിറ്റഡിൽ ലഭ്യമാണ്. 25 വർഷത്തിനിടയ്ക്ക് ഉപഭോക്താക്കൾ നൽകിയ പിന്തുണയാണ് ചൈതന്യയുടെ വളർച്ചയ്ക്ക് പിന്നിലെന്നും തുടർന്നും ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ചൈതന്യ ഗോൾഡ് ലോൺ പ്രതിനിധികൾ പറഞ്ഞു. ചൈതന്യ ഗോൾഡ് ലോണിൻ്റെ 25ാമത്തെ വർഷത്തിൽ ഞങ്ങളൊരു പുതിയൊരു ശാഖ നെല്ലായി ബ്രാഞ്ചിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. മാവുണ്ടി റോഡിന് സമീപമാണ് നമ്മുടെ പുതിയൊരു ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം. അതിന് എല്ലാവരുടെ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ലോണുകൾ കൊടുക്കാനും അതുപോലെ തന്നെ ഡെപ്പോസിറ്റിന് മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നൽകാനും വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായ വ്യവസ്ഥിതിയിൽ എല്ലാ സർവീസുകളും നൽകപ്പെടുന്നുണ്ട്. നമ്മൾ പ്രവർത്തന സമയം ആരംഭിക്കുന്നത് രാവിലെ 9 മണി ടു വൈകുന്നേരം 5 മണി വരെയാണ്. ഈ 25 വർഷത്തിൽ ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും ഇനി തുടർന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കുകയാണ്. നെല്ലായ സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ച ചൈതന്യ ബാങ്കേഴ്സിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നെല്ലായ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അംഗം മൊയ്തീൻകുട്ടി അവഞ്ഞിക്കാട്, വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഹാഷിം നെല്ലായ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം, വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ പ്രസാദ്, മൊയ്തൂട്ടി മാസ്റ്റർ, അഡ്വക്കേറ്റ് മോഹൻദാസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ചിലങ്കയണിയാൻ കൊതിച്ചവർക്കും മറഞ്ഞുപോയ ആഗ്രഹങ്ങൾക്ക് ചിറകു നൽകുവാനുമായി ലാസ്യ നൃത്ത കലാലയം വിജയദശമി ദിനത്തിൽ ശ്രീകൃഷ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. സാന്ദ്ര ശ്രീനേഷ്, മായ ശ്രീയേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ലാസ്യ നൃത്ത കലാലയം ആരംഭിച്ചിട്ടുള്ളത്. ചിലങ്കയണിയാൻ കൊതിച്ച് അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്കും മനസ്സിലെ സ്വപ്നങ്ങൾക്ക് നൃത്തചാരുതയേകാനും ലാസ്യ നൃത്തകലാലയം വിജയദശമി നാളിൽ ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിൽ പ്രവർത്തനം ആരംഭിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ലാസ്യ നൃത്തകലാലയത്തിന്റെ പുതിയ ക്ലാസുകൾ ആരംഭിച്ചു.
പിന്നെ നമ്മുടെ ദ്വാരേട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, കാരണം നമ്മുടെ ഏറ്റവും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ് ശ്രീകൃഷ്ണപുരം. മീര രാമോഹനായാലും രാമോഹനായാലും ശ്രീയായാലും നമ്മുടെ സാവിത്രി ടീച്ചറൊക്കെ കോട്ടംതുള്ളൻ്റെയൊക്കെ ഭാഗത്ത്, കാരണം ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും നമ്മുടെ രാജ്യാന്തര മേളകളിലൊക്കെ നമുക്ക് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ്. അത് ഇങ്ങനൊരു സ്ഥാപനം നമ്മുടെ പഞ്ചായത്തിനടുത്തും നമ്മുടെ സ്വന്തം കെട്ടിടത്തിലും അവർ തുടങ്ങുക എന്നുള്ള ഒരിക്കൽ കൂടി അതിൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ ഏതൊരു അച്ഛനും അമ്മയും, കാരണം ഒരു നൃത്തം പഠിപ്പിക്കുക എന്നുള്ളത്, കാരണം ഏറ്റവും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നൃത്തവും പാട്ടും സംഗീതവും പഠിപ്പിക്കുക എന്നുള്ളത് ഏത് അച്ഛനമ്മമാരുടെ ഒരു ആഗ്രഹമാണ്. ഇപ്പം നമുക്ക് പണ്ട് നമ്മുടെ പാട്ടൊക്കെ അവരുടെ സ്വയം പഠിച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അതിന് ഒരുപാട് സാഹചര്യം നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഫ്ലവേഴ്സ് ആയാലും മറ്റ് ഐഡിയാസ് ആർ സിംഗർ ആയാലും ഒക്കെ സംഗീതത്തിന് ഇപ്പം തന്നെ ചെറിയ കുട്ടികൾ ഏറ്റവും നന്നായി പാടുന്ന അവസരങ്ങൾ ഒരുക്കുന്ന ഒരു സാഹചര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ നൃത്തവും, കാരണം ഒരു ആരായാലും ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നൃത്തം പഠിപ്പിക്കുക. കാരണം ഒരു നൃത്തം പറഞ്ഞ ആസ്വാദനത്തോടൊപ്പം അനുഭവവേദ്യമാണ്. കാരണം അത് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കുകയാണുള്ളത് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ദൃശ്യ വിസ്മയം കൂടിയാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം കെ ദ്വാരകാനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ലീല രാജൻ, പെരുമാങ്ങോട് ALP സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ കുട്ടികൃഷ്ണൻ, വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് KL ബേബി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നൃത്തത്തിൻ്റെയും കലയുടെയും ലോകത്തേക്ക് നിങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ ലാസ്യ നൃത്ത കലാലയം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥർക്കുമായി പ്രത്യേകം ക്ലാസുകൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, തിരുവാതിരക്കളി, സെമി ക്ലാസിക്കൽ, ഗ്രൂപ്പ് ഡാൻസ് എന്നിങ്ങനെയുള്ള നൃത്ത ഇനങ്ങളിലാണ് ലാസ്യയിൽ പരിശീലനം നൽകുന്നത്. ഡാൻസ് കൊറിയോഗ്രാഫി, മേക്കപ്പ്, ഡാൻസ് കോസ്റ്റ്യൂം എന്നിവയുടെ സൗകര്യവും ലഭ്യമാണ്. വിവിധ കലാമത്സരങ്ങൾക്കായി പ്രത്യേക പരിശീലനവും നൽകുന്നു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പുനത്തിൽ സ്റ്റോർസിൻ്റെ സഹോദര സ്ഥാപനമാണ് ലാസ്യ നൃത്ത കലാലയം. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. മണ്ണാർക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. നെല്ലിപ്പുഴ ഗാന്ധി സ്ക്വയറിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ പ്രസീത അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നഗരസഭാ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെയും ഹരിതകർമ്മസേനയുടെയും കണ്ടിൻജന്റ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ നെല്ലിപ്പുഴ പാലത്തിന് അടിവശവും പുഴയോരവും സ്വച്ഛതാ സേവാ ക്യാമ്പയിൻ്റെ ഭാഗമായി ശുചീകരണവും നടത്തി. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ മാസിദ സത്താർ, ഹംസ കുറുവണ്ണ, കൗൺസിലർമാരായ അരുൺകുമാർ പാലക്കുരിശി, സുഹറ, യൂസഫ് ഹാജി, മുജീബ് ചേലോത്ത്, ഖൈറുനീസ, ക്ലീൻ സിറ്റി മാനേജർ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് BJP മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലിപ്പുഴയിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനിയുടെ അധ്യക്ഷതയിൽ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ പ്രതിമയിൽ മാല ചാർത്തി പുഷ്പാർച്ചന ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി B മനോജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് രജിത NR, ജില്ലാ സെക്രട്ടറി PG ഗോപകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുധീഷ് TA, P രാജൻ, C ഹരിദാസൻ, P ശ്രീധരൻ, M ദൃശ്യക്, ബിനോയ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. വല്ലപ്പുഴ ചെറുകോട് കോൺഗ്രസ് ഭവന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷവും മഹാത്മാഗാന്ധി അനുസ്മരണ പ്രഭാഷണവും നടത്തി. DCC മെമ്പറും പട്ടാമ്പി നഗരസഭാ കൗൺസിലറുമായ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്ത്
ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. എം വിജയകുമാർ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറിമാരായ എൻ ഗണേശൻ, ഇക്ബാൽ മാസ്റ്റർ, സേവാദൾ ജില്ലാ സെക്രട്ടറി മധു, എൻ കെ റാസി, അലി, സി ടി മുഹമ്മദ്, റിയാസ്, വിഷ്ണു, INTUC നേതാവ് ശ്രീനിവാസ്, വിഷ്ണു KP, മുത്തു അലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നേതാവായിട്ടുള്ള രാഷ്ട്രപതി ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് എൻ്റെ സഹോദരി എന്നാണ്. അപ്പോൾ ആ ചേരിചേരാ പ്രസ്ഥാനങ്ങളിലൂടെ പീഡിക്കപ്പെടുന്ന രാജ്യങ്ങൾക്ക്, യുദ്ധപ്രിയന്മാരുടെ ഇരകളാകുന്ന രാജ്യങ്ങളെ സംരക്ഷിക്കാൻ നെഹ്റു മുതലുള്ള രാജ്യങ്ങളുടെ ചേരിചേരാ രാഷ്ട്രങ്ങളുടെ സംഘടിതത്വത്തിലൂടെ നെഹ്റുവിനും ഇക്കാലം ഇന്ദിരാഗാന്ധിക്കും കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മളൊക്കെ ഓരോ പക്ഷങ്ങൾ പിടിക്കുകയാണ്. പക്ഷേ നെഹ്റുവും ഇന്ദിരയും ഒക്കെ പിടിച്ചിരുന്ന പക്ഷം ജനപക്ഷമാണ്, സമാധാനത്തിന്റെ പക്ഷമാണ്. ദേശീയ മാത്രമല്ല ലോകഭൂഖണ്ഡങ്ങളൊക്കെ നെഹ്റുവിന്റെ അഭിപ്രായം എന്താണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളിൽ എന്ന് കാതോർക്കുമായിരുന്നു. അത്തരത്തിലൊരു നേതാവ് ഇന്ന് രാജ്യത്തില്ല എന്നുള്ളതാണ് നമ്മുടെ കഷ്ടം. വെട്ടത്തൂർ പട്ടിക്കാട് പോസ്റ്റ് ഓഫീസ് മെലാറ്റൂർ റോഡിൽ നിന്നും പാണ്ടിക്കാട് റോഡിലെ ജാമിയ നൂരിയ സഫ മാളിലേക്ക് പ്രവർത്തനം മാറി. പുതിയ ഓഫീസ് കെട്ടിടം പോസ്റ്റൽ സൂപ്രണ്ട് വി രജനി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം നൂർജഹാൻ മുച്ചിക്കൽ, ജാമിയ നൂരിയ അംഗങ്ങൾ, മറ്റ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തോടനുബന്ധിച്ച വാഹനപൂജയും കുട്ടികളുടെ എഴുത്തിനിരുത്തൽ ചടങ്ങും നടന്നു. നൂറുകണക്കിന് കുട്ടികൾ ആദ്യാക്ഷരം കുറിച്ചു. 100ഓളം വാഹനങ്ങൾ വാഹനപൂജയ്ക്ക് എത്തി. വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കോട്ടായി ചെറുകുളം വലിയമ്മക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മഹാനവമി വിജയലക്ഷ്മി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം മേൽശാന്തി ചെമ്പൈമഠം വെങ്കിടേഷ് സ്വാമി വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി. വിജയദശമി ദിനത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. വാഹനപൂജയും നടന്നു. ശ്രേഷ്ഠ ഭാരത അവാർഡ് ജേതാവ് ഭാഗവത ആചാര്യ S ലക്ഷ്മി മേനോൻ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. പ്രധാന വാർത്തകൾ. കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടിയ അപകടം, പഞ്ചായത്ത് അംഗത്തിന് പരിക്ക്. കോട്ടപ്പാടം പഞ്ചായത്ത് അംഗം നിജോ വർഗീസിനാണ് പരിക്കേറ്റത്. അബോധാവസ്ഥയിലായ നിജോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡ് നവീകരണം പൂർത്തിയായതോടെ സ്ഥിരം അപകട മേഖലയായി മാറിയ ചെർപ്പളശ്ശേരി കച്ചേരിക്കുന്നിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ MLAയുടെ നിർദ്ദേശം. സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറുകളും സ്ഥാപിക്കും. സ്ഥലത്തെ ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവരോടൊപ്പം MLA സന്ദർശിച്ചു. കുമരമ്പത്തൂർ പള്ളിക്കുന്നിൽ കടമുറി വാടകയ്ക്കെടുത്ത് ലോട്ടറി ചൂതാട്ടം. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. വാട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കിയായിരുന്നു കേരള ലോട്ടറിയുടെ അവസാന 3 അക്ക നമ്പർ ഉപയോഗിച്ച് ചൂതാട്ടം നടത്തിയിരുന്നു. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ഹരിശ്രീ കുറിച്ച് ആയിരക്കണക്കിന് കുടുംബം. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾക്ക് വൻ തിരക്ക്. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതി. അലനല്ലൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളിലേക്ക് പൈപ്പിടൽ വൈകുന്നു. നവീകരണം കഴിഞ്ഞ ദേശീയപാതയുടെ വശങ്ങൾ കീറുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രതിസന്ധി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.